വിദ്വേഷ പരാമർശ കേസിൽ പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി കോട്ടയം അഡീഷണൽ കോടതിയുടേതാണ് നടപടി. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. വിവരങ്ങളുമായി ചേരുന്നത് ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന്. ടോബി, ഗുഡ് ഈവനിംഗ്. എന്താണ് കോടതിയുടെ തീരുമാനം? എങ്ങനെ ഇതിനെ നേരിടുമെന്നാണ് പി.സി. ജോർജും ഷോൺ ജോർജും പറയുന്നത്? കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിശദമായിട്ടുള്ള വാദം കേട്ടിരുന്നു. 4 തവണ കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം കൂടുതൽ തെളിവുകൾ വാദിഭാഗം ഹാജരാക്കി. ഇതെല്ലാം പരിഗണിച്ചതിന് ശേഷവും വിശദമായിട്ടുള്ള വാദവും കേട്ടതിന് ശേഷമാണ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും അതിൻ്റെ വിശദമായിട്ടുള്ള വിധിപ്പകർപ്പ് പുറത്തേക്ക് വരാനുണ്ട്. ഇങ്ങനൊരു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പി.സി. ജോർജ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പി.സി. ജോർജിന് തിരിച്ചടിയായത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരം പോർട്ട് സ്റ്റേഷനിൽ ഒരു കേസുണ്ടായിരുന്നു. അന്ന് നടത്തിയ വിദ്വേഷ പരാമർശത്തിന് ശേഷം അവിടെ നിന്ന് ഒരു ജാമ്യം നൽകി അദ്ദേഹം പുറത്തു വരുന്നു. അതിനുശേഷമാണ് എറണാകുളത്ത് വന്ന് അദ്ദേഹം ഒരു വിദ്വേഷ പരാമർശം നടത്തുന്നത്. അങ്ങനെയാണ് ഈ പോർട്ട് സ്റ്റേഷനിൽ ആ ജാമ്യ വ്യവസ്ഥ റദ്ദാക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയും അദ്ദേഹത്തെ അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തത്. അങ്ങനെ അതിനുശേഷം അത് ഹൈക്കോടതിയിലേക്ക് വരുന്നു. ഹൈക്കോടതി തുടർന്ന് കർശനമായിട്ടുള്ള ഉപാധികളോടുകൂടി അദ്ദേഹത്തിന് ഒരു മുൻകൂർ ജാമ്യം നൽകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിൽ പറഞ്ഞിരുന്നു കൃത്യമായി ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങളോ മറ്റോ വീണ്ടും ഇനി ആവർത്തിക്കരുതെന്ന് ഹൈക്കോടതി തന്നെ ഒരു നിർദ്ദേശം നൽകിയതാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ജനുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ചാനൽ ചർച്ചയിലിരുന്ന് അദ്ദേഹം നടത്തിയത്. അത് വലിയ വിവാദമായി. തുടർന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു മാപ്പ് അപേക്ഷ നടത്തി. എങ്കിലും യൂത്ത് ലീഗ് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നൽകുകയായിരുന്നു. തുടർന്നാണ് പോലീസ് വിവിധ വകുപ്പുകളിട്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്. അതിനുശേഷം അദ്ദേഹം കോട്ടയം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയായിരുന്നു. എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോട്ടയം സെഷൻസ് കോടതി തള്ളിയ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അപ്പീൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഷോൺ ജോർജ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പി.സി. ജോർജും മകൻ ഷോൺ ജോർജും അറിയിച്ചത്. ടോബി ജോൺസൺ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.